ബാക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് മാത്രമേ ഉണ്ടാവും. 20 mm താഴെയുള്ള പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കണക്ക് പ്രകാരം വരുന്നത്. ഈ ബെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ട് വാങ്ങുന്നതാണെങ്കിൽ നോർമൽ ബെൻഡേ തരാൻ സാധ്യതയുള്ളൂ. ഫ്ലോ കുറയുകയും ചെയ്യും. ആ ഒരു സമയത്തേക്ക് നമുക്ക് കറണ്ട് ബില്ല് കൂടും. FR ഒന്നല്ല പൈപ്പൊന്നും, PVC പൈപ്പ് ഒന്നും വരുന്നത് FR അല്ല. ഒരു വയറിങ്ങിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സാധ്യമായിരുന്നില്ല. മുകളിലാകുമ്പോൾ നമ്മൾ ഈ ബെഡൊക്കെ വൃത്തിയിടാവും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ലൈറ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ അത് വാളിലേക്ക് വന്നിട്ട് LCB ട്രിപ്പാന്നൊക്കെ ഒഴിവാക്കാൻ പറ്റും. 3 ബെൻഡേ യൂസ് ചെയ്യും. 4ാമതൊരു ബെൻഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യില്ല. നല്ല ഇലക്ട്രീഷ്യനെ കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞാൽ ശരിയായ തലവേദന തന്നെ വരും. നമ്മളെ വയറ് ഉറുമ്പ് തിന്നിയോ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിടില്ല. ഞാൻ ഇതിന് പകരം ചെയ്യുന്നത് പൈപ്പ് കട്ടറിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കമ്പനി കട്ടിങ് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. PVC പൈപ്പാണ് ഏറ്റവും നല്ലത്. പിന്നീട് ലെഡ് ഫ്രീ പൈപ്പാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പൈപ്പിംഗ് തന്നെ നമുക്ക് ഇങ്ങനെ ഇത് L ഷേപ്പിൽ ഞാൻ ഇങ്ങനെയല്ല ഇട്ടിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. തുരുമ്പ് വന്ന് പൊട്ടിയിട്ട് അടർന്നു വരുന്ന കണ്ടിട്ടുണ്ട്. വേറെ എവിടെയും പ്രശ്നങ്ങൾ വന്നില്ല. ഇതിൻ്റെ അടിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. ഫ്ലെയിം നിൽക്കുന്ന അപ്പോൾ തീ അണയും. ഇപ്പം മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. IS സ്റ്റാൻഡേർഡല്ലേ, മാറിക്കൊടുക്കാലോ. പലപ്പോഴായിട്ട് ഫ്രീ സർവീസായിട്ടും ബൈക്കിൽ പല സാധനങ്ങളില്ലാണ്ടായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടും ആ ചാർജർ കുത്തുമ്പോൾ തന്നെ സ്വിച്ച് ഓൺ ആയിപ്പോവും. അപ്പോൾ അവിടെ 4 പോയി. അപ്പോൾ കയറിയിട്ടൊക്കെ ഗ്രില്ല് അത് കൊണ്ടുപോയിട്ട് ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ക്ലയൻറ്റുമായിട്ട് അടി ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. സീലിങ്ങിന് ചൂടാവുമല്ലോ, ആ ചൂടാവുന്ന സമയത്ത് ഈ വയറും ചൂടാവും. പക്ഷെ എന്നാലും കുറച്ച് സമയം കിടന്നുറങ്ങുന്നവരുണ്ടാവും. വെറുതെ കിടന്നുറങ്ങലല്ല, ജസ്റ്റ് ഇങ്ങനെ മയങ്ങി കിടക്കുന്നവരുണ്ടാവും. ജംഗ്ഷൻ ടു ജംഗ്ഷൻ ആയിരിക്കും വരുക. അവിടെ നിന്ന് അനങ്ങുന്നുണ്ടാവും, ഇവിടെ നിന്ന് അനങ്ങുന്നുണ്ടാവും, എങ്ങോട്ടാണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കണ്ടൻസറിൻ്റെ ഭാഗത്ത് ചില ആൾക്കാരെങ്കിലും ആ ഒരു കാര്യം കൂടി പറയാം. കണ്ടൻസർ വരുമ്പോൾ ചില ആൾക്കാർ ഈ ഉറുമ്പ് വരാതിരിക്കാനും മറ്റുള്ള ജീവികൾ വരാതിരിക്കാൻ വേണ്ടി ചില കമ്പനികൾ ഈ 4 സ്ക്രൂ മാത്രമേ കൊടുക്കൂ. പ്ലാസ്റ്റിക്കിന് ടച്ചായിട്ട് അവർ ഫില്ല് ചെയ്ത് വെക്കുകയോ. പക്ഷേ ഫ്ലാറ്റ് സ്വിച്ച് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങുന്ന സമയത്ത് കാരണം എങ്ങാനും ഈർപ്പം വരികയാണെങ്കിൽ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ആ കൺസൾട്ട് ചെയ്തതിൻ്റെ ശരിയായ ഉപയോഗം കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത് നല്ലത്. ഈ കമ്പിയിലേക്ക് വന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേറ്റ് എങ്ങനെ ചെയ്യാമെന്നും എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും കൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയുള്ളത്. എൻ്റെ വീട്ടിൽ വയറിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയറിങ്ങിൻ്റെ പൈപ്പടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മെറ്റീരിയലിൻ്റെ ലിസ്റ്റാക്കിയതും അതിൻ്റെ വീഡിയോ എടുത്തതും അതിന് ശേഷം പോയിട്ടാണ് ഞാൻ സാധനം പർച്ചേസ് ചെയ്തത്. എല്ലാം കൂടി എനിക്ക് ആ 5 മിനിറ്റിനുള്ളിൽ സാധനം കിട്ടി. ഞാൻ ഒരു ഷോപ്പിൽ പോയി ഞാൻ തന്നെ സാധനം എടുത്തു, അവർക്ക് ലിസ്റ്റ് കൊടുത്തു, ഇങ്ങ് വന്നു. കാരണം എനിക്കറിയാം ഏത് സാധനമാണ് വേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നുള്ളത്. ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വയറിങ്ങിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സാധ്യമായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പൈപ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയലിനെ പറ്റി ഒന്ന് കാണിച്ചു തരാം, ഞാൻ വാങ്ങിയത് ഏതൊക്കെയാണെന്നുള്ളത്. എൻ്റെ ബ്രാൻഡോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇലക്ട്രീഷ്യനോട് നിങ്ങളെ അവിടെ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ചിട്ടുള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കോ. പൈപ്പിലേക്ക് വരുന്ന സമയത്തേക്ക് ഞാനിവിടെ 20 mm-ൻ്റെയും 25 mm-ൻ്റെയും ISI ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത്. അത് ലൈറ്റാണ് ഉപയോഗിക്കുന്നത്. ISI ആയാലും നോൺ ISI ആയാലും കുഴപ്പമൊന്നുമില്ല. വാളിലേക്ക് വരുന്നത്, ഫ്ലോറിലേക്ക് വരുന്ന ഭാഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈറ്റ് ചെയ്യുന്ന വരുന്ന സാധനങ്ങളിലൊക്കെ ആണ് ISI മെയിനായിട്ട് വേണ്ടത്. ISI ഉള്ളത് മാത്രമാണ് KCLB അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈസൻസ് ബോർഡൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരു കാരണവശാലും ISI അല്ലാതെ ഉപയോഗിക്കരുത് എന്നാണ്. നിങ്ങൾ അത് തന്നെ ഉപയോഗിക്കാണ്ട് ശ്രമിക്കുക. അതല്ലാതെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് FR ഒന്നല്ല പൈപ്പൊന്നും, PVC പൈപ്പ് ഒന്നും വരുന്നത് FR അല്ല. തീ പിടിക്കുമോ എന്ന് ചോദിച്ചാൽ തീ പിടിക്കും. വയറ് തീ പിടിക്കില്ല, വയറിന് തീ പിടിക്കും. പക്ഷേ നമ്മുടെ വയറ് നമ്മൾ എപ്പോഴാണോ ഫ്ലെയിം നിൽക്കുന്നത് അപ്പോൾ തീ അണയും. ഫ്ലെയിം റിട്ടാർഡൻ്റ് ആണ്, അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിപ്പോവില്ല. പക്ഷെ നമ്മുടെ ഈ പൈപ്പുകളൊക്കെ എത്ര നല്ലതെടുത്താലും ആ ഒരു FR എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീസ് അതിന് ആഡ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതെടുത്താലും അതിൻ്റെ ആ ഒരു ഗുണേ കാണിക്കും. പിന്നെ തിക്ക് കുറച്ച് ഉപകാരം കിട്ടും. നമ്മളിപ്പോൾ തിക്ക് കൂടുതൽ എടുക്കുന്നതാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷനും പിന്നീട് എന്തെങ്കിലും ഉറുമ്പൊക്കെ കയറിയിട്ട് ഇതിനെന്തെങ്കിലും ഡാമേജ് വരുത്തുകയാണെങ്കിൽ അത് വാളിലേക്ക് വന്നിട്ട് LCB ട്രിപ്പാന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കംപ്ലീറ്റ് ബോക്സുകളും SS ആണ് എടുത്തിട്ടുള്ളത്. SS എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് SS അല്ല, നമ്മളെ മിക്കവാറും എല്ലാ സൈസിലുള്ളത് SS എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 4MDയുടെ ബോക്സാണ്. ഇത് SS-ലേക്ക് വരുന്ന സമയത്തേക്ക് ഏകദേശം ഒരു 130 രൂപ വരുമ്പം നമ്മുടെ GIയിലേക്ക് വരുന്ന സമയത്തേക്ക് 80 രൂപ, 85, 90 ഏകദേശം നിങ്ങളെ സ്ഥലത്തിൻ്റെയും കിട്ടുന്ന ബ്രാൻഡും അനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ആ റേറ്റാണ് വരാൻ സാധ്യത. പക്ഷേ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ബോക്സുകളാണ്. ഈ ഒരു ടൈപ്പിലുള്ള നല്ല ബോക്സുകൾ കിട്ടും. അതായത് ഇതുപോലെ ഉണ്ടാവുക കാണാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രീസും കാര്യങ്ങളൊക്കെ വന്ന് ഇതിലൊരു നല്ലൊരു നെട്ടൊക്കെ കൊടുത്തിട്ട് 2 സ്ക്രൂ കൂടി വരുന്ന ടൈപ്പിലുള്ള ബോക്സുകൾ. ഈ ബോക്സും നമ്മുടെ സാധാരണ ബോക്സും തമ്മിൽ സൈസിലൊന്നും യാതൊരുവിധ വ്യത്യാസമില്ല. ഞാൻ ഇതും അത് കാണിച്ചു തരാം. അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളം നനയുന്ന ഭാഗങ്ങളുണ്ടാവില്ലേ, ഞാനിപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു വാഷിംഗ് മെഷീൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു. ഇപ്പോൾ നമ്മളെ മുകളിൽ പ്ലാസ്റ്റിക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കഴുകലും അവിടെ നിന്ന് തന്നെ ആയതുകൊണ്ട് വേറെ വെള്ളം പുറത്തേക്ക് പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതാണ് കാപ്പിലറി റൈസിംഗ് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് വരുന്നത്. അടിയിൽ മാത്രമുള്ള വെള്ളം മുകളിലേക്ക് വരുന്നതാണല്ലേ. അപ്പോൾ ഫ്ലോറിൽ വർക്കേഴ്സ് അങ്ങനെ നനയുന്നതുകൊണ്ട് വന്നതാണ്. അത് പിന്നീട് നിൽക്കും.
പക്ഷെ എന്തായാലും ഞാൻ അവിടെ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇതുപോലത്തെ PVC ബോക്സാണ് അവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. കാരണം എങ്ങാനും ഈർപ്പം വരികയാണെങ്കിൽ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി. SS ആയാലും മതി, SS 304 വന്നാലും പ്രശ്നമൊന്നും വരില്ല. അതിൻ്റെ സൈസിലേക്ക് വന്ന സമയത്തേക്ക് ഇതാ സെയിം സൈസ് തന്നെ വരിക, ഒരു മാറ്റമില്ല. സൈസ് എല്ലാ ഭാഗത്തും നോക്കിയാലും ഏത് ആംഗിളിൽ നോക്കിയാലും ഒരേ സൈസ് തന്നെ വരിക. ഡെപ്തിലേക്ക് വന്ന സമയത്തേക്കും സെയിം ഡെപ്ത് തന്നെയാണ് വരുന്നത്. ഈ ഡെപ്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡെപ്ത് വരുന്നത് നമുക്ക് പവർ പ്ലഗ് അല്ലെങ്കിൽ 16 ആമ്പയർ 20 ആമ്പയറിൻ്റെയൊക്കെ സോക്കറ്റിനും പിന്നെ ഫാനിൻ്റെ ഡിമ്മറിനുമാണ്. ഈ രണ്ട് സാധനങ്ങളൊക്കെയാണ് ഡെപ്ത് കൂടുതലായിട്ട് വരേണ്ടത്. ബാക്കി നോർമലി വരുന്നതിന് ഡെപ്ത് അത്ര ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ ഞാൻ സ്റ്റുഡിയോൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞില്ല, അവിടെയൊക്കെ സോക്കറ്റ് ഇതൊക്കെ വരാനുള്ള പരിപാടിയാണ്. അവിടെയൊക്കെ വരുന്നത് ഈ ഒരു ഈ നനയുന്ന സ്ഥലങ്ങളിൽ 2 PVC-യും പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൻ്റെത് പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഒരു പോർഷനിലേക്കൊക്കെ ഞാൻ PVC ആണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങാനും നമ്മളെ വയറ് ഉറുമ്പ് തിന്നിയോ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന് ഡാമേജ് ആയിട്ടോ അല്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാലും സ്ലീവിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടോ നമ്മളെ മ്യൂച്വൽ ഇൻഡക്ഷനോ അങ്ങനെയൊക്കെ വന്നിട്ട് ലീക്ക് ആവുകയാണെങ്കിൽ നമുക്ക് അപകടം പറ്റുകയും ചെയ്യില്ല. ELCB ട്രിപ്പാകുന്ന പ്രശ്നമൊക്കെ ഒഴിവായി കിട്ടും. പ്ലാസ്റ്റിക് ആകുമ്പോൾ എന്തായാലും അത് സംഭവിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ ബെൻഡിലേക്ക് വരുന്ന സമയത്തേക്കും ISI ബെൻഡ് കിട്ടും, നോർമൽ ബെൻഡും കിട്ടും. ഈ ബെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തിട്ട് വാങ്ങുന്നതാണെങ്കിൽ നോർമൽ ബെൻഡേ തരാൻ സാധ്യതയുള്ളൂ. അതായത് എല്ലാ ബ്രാൻഡുകൾക്കും ISI ഉണ്ടാവും, നോൺ ISI ഉണ്ടാവും. കാണാൻ ഒരുപോലെ തന്നെ ഉണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവില്ല. അതിൽ തിക്ക് മാറ്റം ഉണ്ടാവും. ഈ അൺഈവൺ ആയിട്ടുള്ള തിക്കായിരിക്കും. അതായത് ISIയിൽ വരുന്ന സമയത്തേക്ക് മിനിമം ഇത്ര തിക്ക് വേണം, ആ തിക്ക് ഈക്വലായിട്ട് എല്ലാ സ്ഥലത്തും വേണം എന്നുള്ള കണക്കുണ്ടാവും. നോൺ ISIയിലേക്ക് വരുന്ന സമയത്തേക്ക് ചിലപ്പോൾ അൺഈവൺ ആയിരിക്കും, ഒരു ഈവൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്ക് ഇപ്പോൾ ഒരു 3.2 mm തിക്ക് വേണമെന്ന് വിചാരിച്ചു. ചിലതിൻ്റെത് 2.8 ഉണ്ടാവും, 2.6 ഉണ്ടാവും, 3 ഉണ്ടാവും, 3 എല്ലാം മിക്സ്ഡ് ആയിട്ട് പല സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പൈപ്പ് ഫിറ്റാക്കാൻ വേണ്ടി ഈ ബോക്സും പൈപ്പൊക്കെ ഫിറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. ഇത് ജംഗ്ഷൻ ബോക്സിൻ്റെ ആവശ്യത്തിന് വാങ്ങിയത് കേട്ടോ, ഈ 2ൻ്റെ ബോക്സുകൾ. ഇത് ചില ആൾക്കാർ മെറ്റൽ ബോക്സ് വെക്കുന്നവരുണ്ട്. അത് SS ആയാലും MS ആയാലും GI ആയാലും നിങ്ങൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിയുമെങ്കിൽ PVC തന്നെ വെക്കുന്നതല്ലേ. നമ്മുടെ ഇവിടെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന് മുമ്പേ ഇപ്പോൾ കട്ടിങ്ങെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ആ കട്ടിങ് ചെയ്ത് അത് പൈപ്പൊക്കെ അടിച്ച് ഫിറ്റാക്കിയതിന് ശേഷമാണ് പിന്നീട് സ്പ്രിങ് ഇട്ടിട്ടാണ് വയർ വലിക്കുക. ചില സ്ഥലങ്ങളിലെങ്കിലും പ്ലാസ്റ്റിക്കിന് മുമ്പായിട്ട് ഇങ്ങനെ ചുമരിലേക്ക് പൈപ്പൊക്കെ ഇട്ട് ബെൻഡൊക്കെ ഇട്ട് അവിടെ നിർത്തും, ഒരു ബോക്സും വെക്കില്ല, പിന്നീട് പൊട്ടിച്ചിട്ട് ബോക്സ് വെക്കും. അത് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ഭംഗിയിൽ കാണലുണ്ട്, നല്ല ഇലക്ട്രീഷ്യന്മാർ കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഉള്ളൊരു ഗുണം, മെയിനായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ഇത്ര പുറത്താക്കിയിട്ടൊക്കെ വെക്കുക. അപ്പോൾ അത് പ്ലാസ്റ്റിക്കിന് ശേഷം ചിലപ്പോൾ ഒന്നിക്കൽ ഇത് കുറേ പുറത്തോട്ടായി പോയിട്ട് തയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ കുറേ അകത്തോട്ടായി പോയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് വരികയോ ഒക്കെ ചെയ്തേക്കും. പക്ഷേ നമ്മുടെ ആ ഒരു രീതിയിൽ രണ്ടാമത് വെക്കുന്നതാകുമ്പോൾ നമുക്കൊരു കാര്യം അറിയാമല്ലോ, നമ്മൾ പ്ലാസ്റ്റിക് ആയല്ലോ, അപ്പോൾ ലെവലിൽ കറക്റ്റാക്കി വെക്കാൻ പറ്റുന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷേ രണ്ടാമത് പൊട്ടിക്കുക, അവിടെ ഒരു ജോയിൻറ്റ്, പിന്നെ പുട്ടിയിടാത്ത വീടാണെങ്കിൽ ആ പെയിൻ്റ് അടിച്ചിട്ടാകുമ്പോൾ അവർ കളയെടുത്ത് കാണിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ അങ്ങനെ ചെയ്ത് വരില്ല, പൊതുവേ കണ്ണൂർ ഈ ഏരിയയിൽ ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ തന്നെ തലശ്ശേരി മുതലേ അങ്ങോട്ട് മാഹി ഏരിയയിലും പിന്നെ അതുപോലെ തന്നെ പയ്യന്നൂരിന് അപ്പുറത്തൊക്കെ ഞാനൊരു സൈറ്റുകളിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, ബെൻഡിട്ട് വെച്ചതിന് ശേഷം ചെയ്യുന്നത്. DB ആയാലും പിന്നീട് ചെയ്യുന്നത്. നമ്മൾ DB ഒക്കെ ആദ്യമേ സെറ്റ് ചെയ്യുന്ന രീതി തന്നെ ഉണ്ടാവില്ല. നമ്മുടെ ഏരിയയിൽ പൊതുവേ അങ്ങനെയാണ്. അത് നേരെ തിരിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സമയത്തിൻ്റെ പ്രശ്നമൊന്നും കൊണ്ടല്ല, അവർ ശീലിച്ച് വന്ന ഇത് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മളൊരു വർക്ക് എടുക്കുന്ന സമയത്ത് തന്നെ അത് അടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, അത് രണ്ടാമത് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവില്ല. പലപ്പോഴും ഇതിൻ്റെ ഈ പ്ലേറ്റ് ഈ ബോക്സിൻ്റെ ഈ ബാക്ക് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവും. ജംഗ്ഷൻ ബോക്സ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് വന്നിട്ട് വെക്കൂ. കാരണം ഇവിടുന്ന് 2 പൈപ്പ് ഉണ്ടാവും, ഇവിടുന്ന് 2 പൈപ്പ്, ഇവിടുന്ന് 2 പൈപ്പ്, താഴേക്ക് 2 പൈപ്പ്. എങ്ങനെയായാലും അത് കംപ്ലീറ്റ് ഈ ഹോൾസിലെ കൂടി കറക്റ്റ് കയറ്റാൻ ഈ 2 സൈഡ് പൊട്ടിച്ചിട്ട് ബാക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് മാത്രമേ ഉണ്ടാവും. അപ്പോൾ വയർ പാസ് ചെയ്യുമ്പം നേരിട്ട് നമ്മൾ വാളിലേക്ക് ടച്ച് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ആ കൺസിഡർ ചെയ്തതിൻ്റെ ശരിയായ ഉപയോഗം കിട്ടണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത് നല്ലത്. നമ്മൾ സീലിങ്ങിൻ്റെ സാധാരണ ചെയ്യാമെന്ന് പറഞ്ഞാൽ മിക്കവാറും ചില സ്ഥലങ്ങളെങ്കിലും ഒരു ഹുക്ക് ഇട്ടിട്ട് ഹുക്കിലേക്ക് ബോക്സ് ഹുക്ക് വെച്ചിട്ട് അതിലേക്ക് നേരിട്ട് ഫാനിൻ്റെ മാത്രം ഇട്ട് വെക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ 2 വയർ ഡയറക്റ്റ് പ്ലാസ്റ്റിക്കിന് ടച്ചായിട്ട് അവർ ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പോൾ എങ്ങാനും അത് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഈ കമ്പിയിൽ കംപ്ലീറ്റ് ഷോക്ക് വരും. LCB ഒന്നും ഇല്ലാത്ത വീടുകൾക്ക് ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ കാലങ്ങളിലുള്ള വീടുകളിൽ ഇപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നമായത് ഈ മഴക്കാലമെല്ലാം ആകുന്ന സമയത്തേക്ക് ഗ്രില്ലുണ്ടാവില്ലേ, ഫ്രണ്ടിലേക്കൊക്കെ ഉള്ള ഗ്രില്ല്, വർക്ക് ഏരിയയിട്ടൊക്കെ ഗ്രില്ല്, അത് കൊണ്ടുപോയിട്ട് ഈ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ കമ്പിയിലേക്ക് വന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഷോക്ക് കംപ്ലീറ്റ് ഇങ്ങനെ കറങ്ങി ഷോക്ക് വരികയും ഒരുപാട് എർത്തിങ് ആയിട്ട് പോയിട്ട് കറണ്ട് ബില്ല് കൂടിയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. നമ്മളൊരു ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ടേ ചെയ്യുള്ളൂ. എന്നിട്ട് അവിടെ പിന്നെ സീലിംഗ് റോസ് വെക്കുന്ന രീതിയിലാണ് ചെയ്യുക. ഹൂക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക ചെയ്യുക, രണ്ടും ഒരുമിച്ച് വെക്കുന്ന രീതി ചെയ്യില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ഇട്ടിട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിലേക്ക് ഒന്ന് മറിച്ചിടുകയും കൂടി ചെയ്യും. കാരണം എങ്ങാനും നമ്മൾ കോർണർ മിക്കവാറും ഉണ്ടാവും, കോർണർ അല്ലാണ്ട് എന്തെങ്കിലും ഒരു വയർ നമുക്ക് എടുക്കാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടി എടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കോൺക്രീറ്റിലേക്ക് കുറേ വയറിട്ടിട്ട് ചെയ്യുന്ന അത്ര നല്ലൊരു പരിപാടിയല്ല. എന്നാൽ വയർ ഹീറ്റ് ആവാതിരിക്കാനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് 3-1 ഒഴിവ് വെച്ചിട്ട് വേണം നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി. എനിക്കിപ്പോൾ ഇവിടത്തേക്ക് 2 വയർ വരാൻ വേണ്ടിയിട്ട് 3 വയർ ആകെ വരേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ടും 2 സോക്കറ്റ് വെക്കാൻ വേണ്ടി മാത്രമാണ് ഇതിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് 2 സോക്കറ്റ് വെച്ച് കൊടുക്കുക. അവർ ഉദ്ദേശിച്ചോട് ചെയ്തതാണ്. എന്നിട്ട് ഞാനിവിടെ 3/4 ഇഞ്ച് പൈപ്പ് ഉപയോഗിച്ചുള്ളത്, 20 mm പൈപ്പ് ഉപയോഗിച്ചുള്ളത് 3 വയർ വരാൻ വേണ്ടി. കാരണം അത് ഫ്രീ ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സുഖമാണ്. ഇപ്പോൾ IS സ്റ്റാൻഡേർഡ് പ്രകാരം 20 mm താഴെയുള്ള പൈപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് കണക്ക് പ്രകാരം വരുന്നത്. ഇപ്പം മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല, IS സ്റ്റാൻഡേർഡ് അല്ലേ, മാറിക്കൊടുക്കാലോ. ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് അവൈലബിലിറ്റി ഉള്ള മെറ്റീരിയലിനനുസരിച്ചിട്ടും നമ്മളിപ്പോൾ ക്വാളിറ്റി മാറിക്കൊണ്ടേയിരിക്കും. കാരണം ആദ്യം നമ്മൾ PVC പൈപ്പാണ് ഏറ്റവും നല്ലത്, പിന്നീട് ലെഡ് ഫ്രീ പൈപ്പാണെന്ന് പറഞ്ഞു, പിന്നെ UPVC ആണെന്ന് പറഞ്ഞു, പിന്നെ അതിന് ശേഷം പിന്നെ CPVC എന്ന് പറഞ്ഞു, പിന്നെ അതിന് ശേഷം HDP വന്നു, പിന്നെ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ PPR പൈപ്പ് പറഞ്ഞു, പിന്നെ HDP ടാങ്കുകൾ, ഇപ്പോൾ സ്റ്റീൽ ടാങ്കുകൾ. ഓരോ കമ്പനികൾ ഓരോ സാധനം ഇറങ്ങുന്നിടത്തോളം കാലം ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ആ കമ്പനികൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അതങ്ങ് ഏറ്റെടുക്കും. ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളങ്ങ് വാങ്ങാൻ നിൽക്കും. അതിൻ്റെ ക്വാളിറ്റി, അതിനുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളോ അവരെ കച്ചവട തന്ത്രങ്ങളോ ഒന്നല്ല നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IS സ്റ്റാൻഡേർഡ് പ്രകാരം 3-1 സ്പേസെങ്കിലും മിനിമം കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ സീലിങ്ങിലേക്ക് പൈപ്പ് ഇടുന്ന സമയത്തേക്ക് നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ആക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ വരുന്ന സമയത്ത് നമ്മളതിൽ തിക്കി നിറച്ചിട്ട് വയറടിക്കുകയാണെങ്കിൽ ആ സീലിങ്ങിന് ചൂടാവുമല്ലോ. ആ ചൂടാവുന്ന സമയത്ത് ഈ വയറും ചൂടാവും. ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും, ഫ്ലോ കുറയുകയും ചെയ്യും. ആ ഒരു സമയത്തേക്ക് നമുക്ക് കറണ്ട് ബില്ല് കൂടും, മീറ്റർ റീഡിങ് കൂടി കറണ്ട് ബില്ല് കൂടും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിക്കലുണ്ട്, നമ്മൾ വരുന്ന സൈറ്റുകളിൽ ഇത്ര പൈപ്പ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്നല്ലോ. പിന്നെ ചില സമയത്ത് നമ്മളെ പൈപ്പ് ചെയ്തതിൻ്റെ പേരിൽ വീട്ടിൻ്റെ ക്ലയൻറ്റുമായിട്ട് അടി ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും വീട്ടുകാർ ലേഡീസ് ആയിരിക്കും വീട്ടിലുണ്ടാവുക. നമ്മളിതൊക്കെ ചെയ്ത് കൺസീൽഡാക്കി ഒരുപാട് ലൈനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അവരാകെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്വിച്ച് ഇടുന്നു, അവിടെ ലൈറ്റ് കത്തുന്നു. ഇതിൻ്റെ അടിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്കറിയില്ല. എത്ര മെനക്കെട്ടിട്ടുണ്ടെന്നോ, ഏത് കല്ല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്നോ, മെഷീൻ എത്ര പ്രാവശ്യം കേടായിട്ടുണ്ടെന്നോ, എത്ര പൊടി നമ്മൾ കുടലിലേക്കും ശ്വാസകോശത്തിലൊക്കെ എടുത്തിട്ടുണ്ടെന്നുള്ളത് ആരും ചിന്തിക്കില്ല. അപ്പോൾ അതെല്ലാം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിലേക്കെല്ലാം ഒരുപാട് നമ്മളെ ഒരു എഫേർട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാരാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൻ്റെ ഫസ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും ഒരു ബോർവെൽ അടിച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ബോർവെൽ അടിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ ബോർവെല്ലായാലും വെല്ലായാലും അത് അടിച്ച ഉടനെ തന്നെ അടുത്തത് ഇലക്ട്രീഷ്യൻ ആണ്. ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഇതെന്നുള്ള നിലക്കൊരു കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള ഒരു കറണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും അന്ന് മുതൽ അവന് സ്റ്റാർട്ട് ചെയ്തു, അവൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പലപ്പോഴായിട്ട് ഫ്രീ സർവീസായിട്ടും ബൈക്കിൽ പല സാധനങ്ങളില്ലാണ്ടായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടും ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഒരു ഇലക്ട്രീഷ്യൻ ആ ഒരു വീട് ചെയ്യുന്നത്. അവസാനത്തെ നിമിഷം വരെ ഒരു ഫോട്ടോ ഫ്രെയിം ഫിറ്റാക്കാനും പിന്നെ സോപ്പ് ഡിഷ് മറ്റുള്ള സാധനങ്ങളിലൊക്കെ വീട്ടിൻ്റെ താമസിക്കുന്നതിൻ്റെ തലേന്ന് വാങ്ങിക്കൊണ്ടൊരു ഫിറ്റാക്കലും ഒരുപാട് അങ്ങനെ എല്ലാ തലവേദനയും എടുത്ത് വെക്കുന്ന ആളാണ് ഇലക്ട്രീഷ്യൻ. വീട്ടുകാരൻ പോയാലും പിന്നെ ഇലക്ട്രീഷ്യന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ മേഖലയിലേക്ക് വരുന്ന സമയത്തേക്ക് ക്ലയൻറ്റിനും തലവേദനയാണ്. നല്ല ഇലക്ട്രീഷ്യനെ കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞാൽ ശരിയായ തലവേദന തന്നെ വരും. കാരണം മറ്റുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചെയ്ത് ഒരു പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് പെയിൻ്റ് അടിക്കണം, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് പെയിൻ്റ് അടിക്കണം. അതല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണമോ ഫംഗ്ഷനോ വരുമ്പോൾ പെയിൻ്റ് അടിക്കണം, പ്രശ്നം തീർന്നു. ഇലക്ട്രിക്കൽ അങ്ങനെയല്ല. നല്ല ഇലക്ട്രീഷ്യൻ എല്ലാന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് തന്നെ സ്ഥിരം പണിയായിരിക്കും. ചെയ്തോ. അപ്പോൾ അതൊരു മെയിൻ്റനൻസ് തലവേദനയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചെയ്യുന്ന സമയത്തേക്ക് ഒരു പ്രാവശ്യം നമ്മൾ മുടക്കുന്ന സമയത്ത് ഒരു 5 രൂപ കൂടുതൽ മുടക്കുക, നല്ല വൃത്തിയിലങ്ങ് ചെയ്യുക. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചില ആൾക്ക് ദഹിച്ചെന്ന് വരില്ല. പലപ്പോഴും നമ്മളെ വീഡിയോയിലൊക്കെ SPD എന്തിനാണ് വീടിന് വെച്ചിന്, ലാച്ചിങ് റിലേ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത്, വലിയ സ്വിച്ച് ബോർഡ് എന്തിനാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെ, MCB എന്തിനാ ഇത്ര പാട് MCB വെച്ചിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് കമൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കുറേ വീട്ടുകാർ ചോദിക്കലുണ്ട് നമ്മളോട് നേരിട്ട്. ചിലതൊന്നും യൂസ് ചെയ്യില്ല, കാരണം വെറുതെ നമ്മൾ 2 നിലയിൽ ഫുൾ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങ് പോയിട്ട് യൂസ് ചെയ്യാത്തവരുണ്ടാവും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് വേറെ വിഷയം, ചെയ്യുന്നത് വേറെ വിഷയമായിപ്പോയി. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് നടന്നുകൊണ്ടുണ്ട്, 1 ഇഞ്ചിൻ്റെ പൈപ്പിംഗ്. ഇതൊക്കെ ഞാൻ ISI ഉള്ളത് ഓൾറെഡി വാങ്ങി വെച്ച സംഭവങ്ങളാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സീലിങ്ങിലുള്ള വേറൊരു ട്രിക്ക് കൂടി ഉണ്ട്. നമ്മൾ ഈ ചുമര് വരുന്ന ഭാഗത്തെ കൂടി ആദ്യമേ പൈപ്പ് ഇട്ടിട്ട് ക്ലാമ്പിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നതാണെങ്കിൽ
നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ പൈപ്പിംഗ് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സ്ട്രൈറ്റ് താഴോട്ടേക്ക് താഴ്ത്ത വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഈ ചുറ്റിൽ ലിൻഡൽ അടിക്കുന്നുണ്ടെങ്കിൽ ആ ലിൻഡലിൻ്റെ അകത്തെ കൂടിയും ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ചെയ്തിട്ട് ഫുൾ പൈപ്പിംഗ് ആദ്യം ചെയ്ത് വെച്ച് അതിൻ്റെ ലൈഔട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിൻ്റെത് ജസ്റ്റ് ഇതിനെ ഉൾപ്പെടുത്താം. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഹൈറ്റ്, സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റുകൾ. സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.25 മീറ്റർ ആണ് IS സ്റ്റാൻഡേർഡ്. നമ്മൾ ഇന്ത്യൻ ഇത് വരുന്നതാണ്. കേരളത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. 1.25 മീറ്ററിന് മുകളിലായിട്ട് വരുന്ന രീതിയിലായിരിക്കണം സ്വിച്ച് ബോർഡ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഫ്ലോർ ലെവലിൽ നമ്മൾ ഫിനിഷ് ആകുമ്പോൾ 1.25 മീറ്റർ മിനിമം കിട്ടണം. അങ്ങനെയാണ് സ്വിച്ച് ബോർഡ് വരുന്നത്. അതിൻ്റെ താഴോട്ടേക്ക് സ്വിച്ച് ബോർഡുകൾ ക്രമീകരിക്കാൻ പാടില്ല എന്നാണ് ആദ്യത്തെ ഉണ്ടായത്. പിന്നീട് ഇവർ തന്നെ ഒരു ക്ലാസ്സിൽ നമ്മളോട് വന്ന് പറഞ്ഞു ബെഡ് സ്വിച്ച് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം വീടുകളിൽ. ബെഡ് സ്വിച്ച് വെക്കുന്ന സമയത്തേക്ക് കറണ്ട് ബില്ല് കുറക്കാനും കറണ്ടിൻ്റെ കൺസംഷൻ കുറക്കാനും പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ ചിലപ്പോൾ ഒരു 7 മണിക്ക് ഉറക്കം ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് സമയം കിടന്നുറങ്ങുന്നവരുണ്ടാവും. വെറുതെ കിടന്നുറങ്ങലല്ല, ജസ്റ്റ് ഇങ്ങനെ മയങ്ങി കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ചിലപ്പോൾ അവിടെ പോയി ഒരു സ്വിച്ച് ഓഫ് ആക്കാനുള്ള മടിയുണ്ടാവും. നമ്മൾ മെയിൻ സ്വിച്ച് ബോർഡിൽ പോയി സ്വിച്ച് ഓഫ് ആക്കാൻ കഴിയില്ല. ഒരു ഫാൻ ഓഫ് ആക്കണം, ഒരു ലൈറ്റ് ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൺസപ്ഷൻ കുറയുന്നുള്ളത് കൊണ്ടാണ് പിന്നീട് ഈ ബെഡ് സ്വിച്ച് വെക്കണം എന്നുള്ള ഈ ലെവലിലേക്ക് വന്നത്. ഇപ്പോൾ അധികം ആൾക്കാർ അതൊന്നും നോക്കുന്നില്ല. ബാത്റൂമിലായാലും പോലും സ്വിച്ച് ബോർഡ് വെക്കണം. ബാത്റൂമിൽ സ്വിച്ച് ബോർഡ് വെക്കാൻ പാടില്ല എന്നാണ് ഇതിലുള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളതും അങ്ങനെയാണ് ശരിക്കുള്ള സ്റ്റാൻഡേർഡ് പ്രകാരം വരുന്നത്. ഇപ്പം ബാത്റൂമിൽ ഉൾപ്പെടെ സോക്കറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഈ ബെഡ് സ്വിച്ചിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബെഡിൻ്റെ പൊസിഷനും അവർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു കംഫർട്ടും അവരെ സൈസും ഇത് നമ്മൾ മൊത്തം ഒന്ന് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് തീരുമാനിക്കൽ. അപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത് ഈ കല്ലിൻ്റെ ഹൈറ്റ് നോക്കുന്നതാണെങ്കിൽ 8 9 ഉണ്ടാവും. 9 18 18 27 ഏകദേശം ഒരു 80 സെൻറ്റിമീറ്റർ ആ റേഞ്ചിലാണ് വെച്ചിട്ടുള്ളത്. അവിടേക്ക് വരുന്ന സമയത്തേക്ക് 1.30 1.35 ആ റേഞ്ചിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ ഇപ്പോൾ താഴെയുള്ള ഒരു ബാത്റൂമിലെങ്കിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കും. സാധാരണ നോർമൽ വെക്കുന്ന ഹൈറ്റിൽ. മെയിനായിട്ട് ഈ വർക്ക് ഏരിയയിൽ അല്ലെങ്കിൽ കിച്ചണിൽ വരുന്ന ഒരു ബാത്റൂമിലെങ്കിലും ആ വീട്ടിൽ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർ ചിലപ്പോൾ എന്തെങ്കിലും വാഷ് ചെയ്യലോ ആ സമയത്തായിരിക്കും കുട്ടിക്ക് ബാത്റൂമിൽ പോകേണ്ടി വരിക. അപ്പോൾ അവർക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നതിന് പകരം നമ്മൾ കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കും. ചെറിയൊരു അളവ് മാത്രം താഴ്ത്തി വെച്ച് കൊടുക്കണം. 1 2 കല്ല്, ഒരു 1.5 കല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തിയിട്ട് വെച്ച് കൊടുക്കലുണ്ട് സാധാരണ. ഇത്രയൊക്കെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ സ്വിച്ച് ബോർഡ് ഇതൊക്കെ ഫിറ്റ് ആക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇങ്ങനെ ചെയ്ത് പോകലേ ഉള്ളൂ. ഇത് ഫില്ലിംഗ് ഒന്നും ചെയ്യില്ല. സാധാരണ ഈ ലെവലിലങ്ങ് ചെയ്ത് പോകും. കല്ലൊക്കെ പൊട്ടിച്ച് ആവശ്യമായ സ്ഥലങ്ങളിൽ പൊട്ടിച്ചിട്ട് ചെയ്യും. ഈ ലിൻഡൽ പൊട്ടിക്കുന്നതെന്ന് അത്ര ഒരു നല്ലൊരു പരിപാടിയല്ല. കഴിയുമെങ്കിൽ ആദ്യമേ നമുക്ക് പലക അടിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു പലക ഇതിൻ്റെ അകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഗ്യാപ്പ് വരികയും നമുക്ക് അതിൽ കൂടി ഇട്ട് പോകാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുള്ള സ്ഥലങ്ങളോട് അങ്ങനെയും ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ബോക്സോടെ ഒക്കെ കുറേ സമയം ഇത് കയ്യിൽ വെക്കുന്നു. നമ്മളെല്ലാ ഇത് വരുന്നതും ജംഗ്ഷൻ ടു ജംഗ്ഷൻ ആയിരിക്കും വരിക. 3 ബെൻഡേ യൂസ് ചെയ്യും. 4ാമതൊരു ബെൻഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യില്ല. പിന്നീട് സ്പ്രിങ് ചെയ്യുന്നുണ്ട്. അഥവാ 4ാമതൊരു ബെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, ജംഗ്ഷൻ വെക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഇല്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു അഭംഗിയായി പോലെ. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു വയറോ അല്ലെങ്കിൽ ഒരു കെട്ടി വലിക്കാൻ ഒരു കയറോ ഇട്ട് നോക്കിയാൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയായാലും സ്പ്രിങ് ഇട്ടാൽ കിട്ടും. പിന്നെ ഒരു സ്ഥലത്തും ഈ ഒരു ടൈപ്പ് ജംഗ്ഷൻ ബോക്സ് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ ഒരു ടൈപ്പ് ജംഗ്ഷൻ ബോക്സ് യൂസ് ചെയ്യില്ല. ഇത് വരുന്നത് നമ്മൾ സീലിങ്ങിൽ മാത്രമേ യൂസ് ചെയ്യും. ചില വീടുകളിലൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ടു 4 ഭാഗത്തേക്കാക്കി ഈ ജംഗ്ഷൻ ബോക്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇതിൽ തന്നെ ആയിരിക്കും പിന്നെ ഹോൾഡറും കൊടുത്തിട്ടുണ്ടാവുക. ഇതിൽ തന്നെ ആയിരിക്കും കംപ്ലീറ്റ് വയർ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ടാവുക. ചില ആൾ ഇത് പിന്നെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ വയറൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം കൺസീൽഡാക്കി വെച്ചിട്ട് പിന്നീട് നമുക്ക് പൊട്ടിക്കേണ്ട ആവശ്യമൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ മനസ്സിലാവില്ല സ്ഥലം എവിടെയാണ്. നമ്മൾ ഇവിടുന്ന് പിടിച്ച് വലിക്കും, അവിടെ നിന്ന് അനങ്ങുന്നുണ്ടാവും, ഇവിടുന്ന് അനങ്ങുന്നുണ്ടാവും, എങ്ങോട്ടാണെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു വയറിങ്ങിൻ്റെ രീതി അനുസരിച്ചിട്ട് ജംഗ്ഷൻ ടു ജംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയായാലും കണക്ഷൻ കിട്ടും. ഒരു സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി നമുക്ക് എടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ടാവും എപ്പോഴും. ആ ഒരു പ്രൊവിഷൻ വെച്ചിട്ടേ നമ്മളെല്ലാം ചെയ്യുള്ളൂ. പിന്നെ കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് പൈപ്പ് ഇടുന്ന സമയത്തേക്ക് ഇത്രയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വയറിൻ്റെ ലെങ്ത്ത് ഏറ്റവും ഷോർട്ടായി വരുന്ന രീതിയിലാണ് നമ്മൾ DB സെറ്റ് ചെയ്യൽ. അതുപോലെ തന്നെ ഈ പിന്നെ ബെഡ് സ്വിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്തേക്കായാലും ഈ പൈപ്പിംഗ് തന്നെ നമുക്ക് ഇങ്ങനെ ഇത് L ഷേപ്പിൽ ഞാൻ ഇങ്ങനെയല്ല ഇട്ടിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് ഇപ്പോൾ നോർമൽ പ്ലാസ്റ്റിക്, ഞാനിപ്പോൾ ജിപ്സം പ്ലാസ്റ്റർ പ്ലാൻ ചെയ്യുന്നത് അറിയില്ല, ചിലപ്പോൾ മാറ്റം വന്നേക്കാം. അപ്പോൾ ഇവിടുന്ന് പ്ലാസ്റ്റിക് ചെയ്യുന്ന സമയത്തേക്ക് അതിലേക്കുള്ള വെള്ളം നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈപ്പൊക്കെ ചുറ്റിയിട്ട് ചെയ്യുക, എന്നാലും അതിലേക്ക് ചെറുതായിട്ട് വെള്ളം പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരെ തിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് ആ പ്രശ്നം ഒഴിവാക്കി കിട്ടി. അപ്പോൾ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സിമെൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് പിന്നീട് ബ്ലോക്ക് ആകുന്ന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വരും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ എല്ലാവരും ആണെങ്കിൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അടിക്കുക, ഇങ്ങനെ അടിക്കുക. ഞാനത് നേരെ തിരിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. എല്ലാത്തിലൊരു ചെറിയൊരു മാറ്റം നമ്മളതായ ഒരു ഇതുണ്ടാവും.
അത് ഇലക്ട്രീഷ്യന്മാരുടെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രീഷ്യൻ ചെയ്ത് വേറെ ഇലക്ട്രീഷ്യന് മനസ്സിലാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോ ഇലക്ട്രീഷ്യനും ഓരോ ലെവലിലാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നതിന് കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുടെ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആശാരിമാരെ പറയുന്നുണ്ടല്ലോ, ഒരു ആശാരി കൂട്ടി വേറെ ആശാരി കഴിക്കാൻ പറ്റില്ല എന്ന് പണ്ട് പഴഞ്ചൊല്ല് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീട് നമ്മളെ ആക്സോ ബ്ലേഡ് എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു പൈപ്പ് കട്ടർ വാങ്ങാന്നുള്ളത്. പൈപ്പ് കട്ടറിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് കമ്പനി കട്ടിങ് പോലെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ കിട്ടും. ഇതാ കമ്പനി കട്ടിങ് പോലെ കിട്ടും നല്ല വൃത്തിയിൽ. അപ്പോൾ പൈപ്പ് കട്ടർ യൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. ഇത് കുറച്ച് ഹാർഡ് പൈപ്പാട്ടോ, കുറച്ച് ഹെവി പൈപ്പാണ്. അപ്പം ഞാൻ കോൺക്രീറ്റിൻ്റെ അതിലെ അടിയിലോ കൂടി ഇടാനൊക്കെ വേസ്റ്റ് പ്ലാൻ ചെയ്ത ആ സമയത്ത് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഈ 2 ബോക്സുകളോ അതും കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇതെന്താണ് എന്നുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് ഇത് ബെഡ് സ്വിച്ചായിട്ട് മെയിൻ ബെഡ് സ്വിച്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇതിലേക്ക് വരേണ്ടത് ഒരു ഡി പി സ്വിച്ച്. ഒരു ഡി പി സ്വിച്ച് നമ്മുടെ AC യുടെ സ്വിച്ച് വരാനുണ്ടാവും. AC കണ്ടൻസർ വരുക ഇതിൻ്റെ നേരെ ബേക്കിലായതുകൊണ്ട് നമ്മൾ ഇപ്പം ഇതടിക്കൂല. ഈ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം ഇളക്കി കളഞ്ഞിട്ട് നേരെ ഒരു ഹോൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടൻസറിൻ്റെ ഭാഗത്ത് ചില ആൾക്കാരെങ്കിലും ആ ഒരു കാര്യം കൂടി പറയാം. കണ്ടൻസർ വരുമ്പോൾ ചില ആൾക്കാർ ആ സ്പ്ലിറ്റ് AC മുകൾ ഭാഗത്ത് അകത്തേക്കാണ് കൊടുക്കൽ. കണ്ടൻസറിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ നമുക്ക് ആ 3 മീറ്റർ വയർ തന്നെ ഇതിൻ്റെ കൂടി ഉണ്ടാവും. സ്റ്റെബിലൈസറൊക്കെ പുറത്ത് വെച്ചിട്ട് കണ്ടൻസർ താഴെ വരുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മളൊരു ഡി പി സ്വിച്ച് പോയി, പിന്നെ ഒരു ഡിമ്മർ പോയി, അപ്പോൾ 4 പോയി. പിന്നെ 2 2-വേ 4+2 6 പിന്നീട് വരുന്നത് ഒരു സോക്കറ്റും ഒരു സ്വിച്ചും. ഒരു സോക്കറ്റ് സ്വിച്ച് വരുന്ന സമയത്തേക്ക് 4 പോകും. കാരണം ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാവും. പുതിയ വലിയ ചാർജറൊക്കെ കണ്ടില്ലേ, സ്പേസ് ഇടാത്ത സോക്കറ്റുകളാണെങ്കിൽ ആ ചാർജർ കുത്തുമ്പോൾ തന്നെ സ്വിച്ച് ഓൺ ആയി പോകും. അപ്പോൾ അവിടെ 4 പോയി. അപ്പോൾ 10 ആയി. അവിടെ 10 പോയി. പിന്നെ 2 സ്പേസ് എക്സ്ട്രാ ഉണ്ടാവും. അതിൽ വരുമ്പോൾ നമുക്ക് ഇതിൽ മാസ്റ്റർ കൺട്രോൾ വേണ്ടി വരും. അതായത് പിന്നെ മെയിൻ ബെഡ്റൂമിലാകുമ്പോൾ നമുക്ക് ഇവിടെ ലാച്ചിങ്ങിൻ്റെ ഒരു സ്വിച്ച് കൂടെ വെക്കേണ്ടി വരും. പിന്നെ ഒന്നുകൂടി സ്പെയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യല്. ചിലപ്പോൾ നമ്മൾ 2 2-വേക്ക് കൊടുക്കും. ഇപ്പോൾ സീലിങ്ങിൽ ഒരു ചെറിയൊരു സ്ട്രിപ്പ് ലൈറ്റോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈറ്റോ കാര്യങ്ങളോ കൊടുക്കാനോ, പിന്നെ അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് പോലത്തത് താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനോ ഒക്കെ കൊടുക്കും. ഫുഡ് ലാമ്പ് കൊടുക്കുന്നത് വളരെ ഒരു നല്ലൊരു കാര്യമാണ്. കാരണം ആണികളൊക്കെ വരുന്നൊരു സമയം ഉണ്ടാവും മഴക്കാലത്ത്. അപ്പോൾ അവർ വരുന്ന സമയത്തേക്ക് മുകളിലാകുമ്പോൾ നമ്മൾ ഈ ബെഡൊക്കെ വൃത്തിയിടാവും. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ലൈറ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ആ ബെഡ് ഫുഡ് ലാമ്പിൻ്റെ വെക്കുന്നതാണെങ്കിൽ അവിടെ പോയിട്ട് വീണിട്ട് അവിടെ തന്നെ അവരെ കാര്യം തീരുമാനം ആയിക്കോളും. മുകളിലാകുമ്പോൾ നമ്മൾ ഈ ചെറിയ ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പറന്ന് ബെഡിലും കുട്ടിയുടെ കണ്ണിലൊക്കെ ആയി പോകും, ചെറിയ കുട്ടികളാണെങ്കിൽ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ മുകളിലേക്ക് ഒരു ഫാനിൻ്റെ ലൈറ്റ് പോകും, നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു കോർണർ ലൈറ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ വയർ ഇങ്ങനെ പോയിട്ട് നേരെ അപ്പുറത്ത് സെൻട്രലിലേക്ക് പോകുന്ന രീതിയിൽ വരേണ്ട രീതിയിലാണ് സെറ്റാക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് വരും. അവിടെ നിന്ന് പിന്നെ സീലിങ്ങിൻ്റെ ലൈറ്റും പോകണം. അതുകൊണ്ടാണ് മെയിൻ ആ ഒരു ലൈൻ അടിച്ചിട്ടുള്ളത്, 1 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ബാക്ക് വഴിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ എൻ്റർ ആവുന്നത്. അതിൽ വരുന്നത് മെയിനായിട്ട് ഫേസ്, ന്യൂട്രൽ, എർത്ത്. അത് നമുക്ക് ഈ സ്വിച്ച് ബോർഡിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ AC ഫേസ്, ന്യൂട്രൽ, എർത്ത്, അങ്ങനെ 6 വയറുകളാണ് വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ അതിൽ ചെയ്ത് നോക്കും. പിന്നെ 2 2-വേൻ്റെ ഇത് പോകാനുണ്ടാവും. ഇതിനകത്ത് നമ്മൾ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഒരു ലാച്ചിങ്ങിൻ്റെ അതും കൂടി ഇവിടുന്ന് പോകാനുണ്ടാവും. പിന്നെ ഇവിടെയുള്ള സോക്കറ്റ് ഞാൻ പവർ സോക്കറ്റ് ആക്കിയിട്ട് വെക്കാനല്ല, അത്യാവശ്യം നമ്മളിപ്പോൾ ഇവിടെ ചാർജിങ്ങൊന്നും കൂടാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലാരെങ്കിലും വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഫുൾ ടൈം നമുക്ക് വിചാരിച്ച പോലെ നടക്കില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു സോക്കറ്റ് വെച്ച് യൂസ് ചെയ്യാന്നുള്ള നിലക്ക് ഒരു 2 സോക്കറ്റിനുള്ള പൊസിഷൻ കൊടുത്തതാണ്. അപ്പോൾ 2 വരുന്ന സമയത്തേക്ക് ഒരു സോക്കറ്റ് പോയി, പിന്നെ ഒരു ഡമ്മി, പിന്നെ ഒരു സ്വിച്ച്, പിന്നെ ഇപ്പുറത്തെ ഒരു സോക്കറ്റ്, ഒരു ഡമ്മി, ഒരു സ്വിച്ച്, അങ്ങനെ വരുന്ന രീതിയിൽ സെറ്റ് ആക്കുക. അതുകൊണ്ടാണ് 8-ൻ്റെ ബോക്സ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഓരോ ഇലക്ട്രീഷ്യൻ അനുസരിച്ചിട്ട് അത് വ്യത്യാസം വരും. ചില ആൾക്കാരെങ്കിലും ഇപ്പോഴും 3-ൻ്റെ കോബോക്സ് വെക്കുന്നവരുണ്ട്. 3-ൻ്റെ കോബോക്സ് വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. ചില ബ്രാൻഡുകൾ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ള സോക്കറ്റുകൾ ഇറക്കുന്നുണ്ട്, ഫ്ലാറ്റ് ലെവലിലല്ലാണ്ട് ഹൈറ്റ് കൂടിയിട്ടുള്ളത്. പക്ഷേ ഫ്ലാറ്റ് സ്വിച്ച് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ വാങ്ങുന്ന സമയത്ത് നമ്മൾ 3-ൻ്റെ ബോക്സ് വെച്ചിട്ട് അതിലൊരു സോക്കറ്റ് വെച്ചൊരു സ്വിച്ച് വരുമ്പോൾ നമ്മൾ ആ പ്ലഗ് ഇൻ ചെയ്യുന്ന സമയത്തേക്ക് തന്നെ സ്വിച്ച് ഓണായി പോയും, അല്ലെങ്കിൽ ഒരു പകുതി ഓണായ സിറ്റുവേഷനിൽ, അതല്ലെങ്കിൽ സ്വിച്ച് ഇടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. സ്വിച്ച് ഓണാക്കാൻ പറ്റില്ല. ഈ സാധനം പോയിട്ട് അവിടെ ടച്ച് ചെയ്തിട്ട് നടുക്ക് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരലുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ സെൻറ്ററിൽ ഒരു ഡമ്മി ഇട്ട് കൊടുക്കും. എന്നെ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ, ഏത് ബ്രാൻഡും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ ഒരു 8 വെച്ചു, ഇവിടെ ഒരു 12 വെച്ചു, അവിടെ ഒരു 8 വെച്ചു. ഇതിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മൾ 8 വെക്കാനുള്ള കാരണം 2 2-വേയും പിന്നെ നമ്മൾ ഈ ഫുഡ് ലാമ്പിൻ്റെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അതും പിന്നെ ഇതേ ഉള്ളൂ. പിന്നെ 3 നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത്, അഥവാ സീലിങ്ങിൻ്റെ മറ്റുള്ള ലൈറ്റുകളോ എന്തെങ്കിലും വരുന്നതാണെങ്കിൽ സീലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ജംഗ്ഷൻ ഇട്ടിട്ട് അവിടെ ഒരു ഇങ്ങനെ ബെൻഡിട്ട് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് വരികയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ സീലിങ്ങിലേക്ക് വരുന്നത് നമുക്ക് 2 തരത്തിൽ പൈപ്പ് ഇടാൻ വേണ്ടി പറ്റും. ഒന്നിക്ക് ബെഡ് സ്വിച്ചിൽ നിന്ന് നേരെ പൊക്കിയിട്ട് ഒരു ബെൻഡ് ഇട്ട് നോക്കാം, അതല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് പൊക്കിയിട്ട് ബെൻഡ് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ പ്ലാൻ ആയിട്ടില്ല ഏത് രൂപത്തിലാണ് ചെയ്യുമെന്നുള്ളത്. പക്ഷേ എങ്ങനെയാണ് നമുക്കിപ്പോൾ സീലിംഗിൽ നിന്ന് വരുന്നതാണെങ്കിൽ ട്യൂബിൽ നമുക്ക് അതിലൊരു കൺട്രോൾ കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള സ്വിച്ച് ബോർഡ് ഇതിലേ വരുന്നതുകൊണ്ട് ഇതിൽ വേണമെങ്കിൽ ഇതിലും എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ PVC ബോക്സ് ഇതുപോലത്തത് കിട്ടും. ഇതുപോലത്തെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ബാക്കിൽ മാത്രമേ ഇങ്ങനത്തെ സോക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോക്കറ്റ് അല്ലെങ്കിൽ ഗ്ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനം നമുക്കിത് നട്ട് വെച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് ടൈറ്റായി കൊടുക്കാം. ഈ ഭാഗം പൊളിച്ച് കളഞ്ഞിട്ട് അകത്തിങ്ങനെ ടൈറ്റായി കൊടുക്കാം. ഞാനിത് ഇടലില്ല കേട്ടോ. അതാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോളിലേക്ക് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. ഈ ഒരു ഭാഗം 1 ഇഞ്ച്, ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്തേക്ക് 1/2 ഇഞ്ച്. നമ്മൾ 1 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്ക് കൂടി വന്ന സാധനം ഇത്ര വയർ ടൈറ്റായിട്ട് പിന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാനിത് ഇടലില്ല. ഞാൻ ഇതിന് പകരം ചെയ്യുന്നത് ഇതിൻ്റെ ടൈറ്റിലിട്ടതിന് ശേഷം അതിൻ്റെ 2 എൻഡിലായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിതുവരെ ഒന്ന് ഇവിടത്തേക്ക് ചെറിയ വയറാക്കുന്നതിലും നല്ലതായിരിക്കും. ഉണ്ടോ ഇങ്ങനെയാണ് സംഭവം വരും. ഇത്രയേ ഉള്ളൂ. കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നല്ല സുഖമാണ് സംഭവം. അകത്തേക്ക് ഉറുമ്പ് വരില്ല, പിന്നെ മറ്റുള്ള ജീവികൾ വരുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ടെക്നിക്ക് തന്നെ ഉണ്ട്, നമ്മളെ ഈ ഉറുമ്പ് വരാതിരിക്കാനും മറ്റുള്ള ജീവികൾ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് ഏതായാലും ആ വയറിടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മൾ സാധാരണ ചെയ്യൽ പൈപ്പ് ഇവിടുന്ന് ലെങ്ത്ത് കട്ട് ചെയ്യും, ഇൻസുലേഷൻ അടിക്കും. ഇത് മുക്കാലിലേക്ക് വരുന്ന സമയത്തേക്ക് അത്ര വലിയ പ്രശ്നം വരില്ല. ഏകദേശം സെയിം അളവ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരേ അളവാണ് ഉള്ളത്. ഇപ്പോൾ 1 ഇഞ്ചിലേക്ക് വരുന്ന സമയത്തേക്ക് ഇതാണ് 1 ഇഞ്ച്. ഇത് 1 ഇഞ്ചിൻ്റെ ഈ ഒരു ഭാഗം 1 ഇഞ്ച്, ഇപ്പുറത്തെ എൻഡ് കണ്ട ഈ ഒരു അളവാണ് വരുന്നത്. 2ൻ്റെ ത്രെഡ് ഒരുപോലെ വരുന്നത്. അതുകൊണ്ട് അങ്ങനെ കമ്പനി കൊടുക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാ കമ്പനി ഇങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് കിട്ടുന്ന ഇതായതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യില്ല. ചില സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആദ്യം യൂസ് ചെയ്തതിന് അപ്പോൾ വയർ വലിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. നമ്മൾ ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് വലിക്കുമ്പോൾ നമുക്ക് ശരിക്കും അടങ്ങാറാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചില പ്ലേറ്റുകൾ കമ്പനി നമ്മളിപ്പോൾ 8 വെച്ചതിന് ശേഷം 9 സ്വിച്ച് നോക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വെക്കാൻ നോക്കുന്ന സമയത്തേക്ക് ഈ നട്ടിന് പോയിട്ട് തട്ടുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ സ്ക്രൂ ചെയ്യുമ്പം തട്ടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇപ്പം ഒരുപാട് പൈപ്പ് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഗ്ലാൻഡൊന്നും നമ്മൾ എല്ലാം എടുത്തങ്ങ് കളയും. ഇവിടെ കട്ടറിട്ട് കട്ട് ചെയ്തിട്ട് അതിന് കണക്കായിട്ട് ഒരുമിച്ചിട്ട് അടിക്കണം. ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കണം എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 mm ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കണം എന്നാണ്. പക്ഷേ നമ്മൾ ആ ഒരു പൊട്ടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് അത്ര കുറക്കുന്നത് നല്ലതല്ലോ. ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ച് ഈ കാണുന്ന കമ്പനി കൊടുത്ത ഹോളിലേക്ക് കൂടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത്, ശരിയായ പരിപാടി അതാണ്. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലെല്ലാം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു 3-4 പൈപ്പ് വരുന്ന കട്ട് ചെയ്തിട്ട് കട്ടറിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് ഇത് സൂട്ടായിന്ന് വരില്ല. അപ്പോൾ ഇതും കൂടി ഉണ്ട്. ഇതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. സ്റ്റീലിലേക്ക് വരുന്ന സമയത്തേക്ക് വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 304 ഗ്രേഡുള്ള സ്റ്റീൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞിട്ട് നോക്കിയാൽ ഈ ഒരു ഫിനിഷ് തന്നെ കിട്ടും. നമ്മളിപ്പം സാധാരണ സിമെൻറ്റ് ഇത് ചെയ്തതായാലും ജിപ്സം പ്ലാസ്റ്റർ ആയാലും പോലും നമ്മൾ അയക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് GI ആണെങ്കിൽ തുരുമ്പ് വന്നിട്ടുണ്ടാവും. ആ സ്ക്രൂവിൻ്റെ പോർഷനൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് ബോക്സ് വാങ്ങുന്ന സമയത്തേക്ക് ചില കമ്പനികൾ ഈ 4 സ്ക്രൂ മാത്രമേ കൊടുക്കൂ. ഈ 4 സ്ക്രൂ കൊടുക്കും. ചില കമ്പനികൾ ഈ 2 സ്ക്രൂ മാത്രമേ കൊടുക്കൂ. ചില കമ്പനികൾ ഇങ്ങനെ 6 സ്ക്രൂ ഉണ്ടാവും. 8ൻ്റെ ബോക്സൊക്കെ വരുന്ന സമയത്തേക്ക് ഇങ്ങനെ 6 സ്ക്രൂ ഉള്ളത് എടുക്കുക. ഈ 6 സ്ക്രൂവിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൽ ചിലപ്പോൾ 4 ആവശ്യമുണ്ടാവും. ചില ബ്രാൻഡിന് 2 സൈഡിൽ മാത്രം സ്ക്രൂ ചെയ്യുന്നതിന് 2 ആവശ്യമുണ്ടാവും. പക്ഷെ എന്നാൽ ഈ 4 എടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 6 എടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രാൻഡ് മാറിയിട്ട് എടുക്കുകയാണെങ്കിൽ സൂട്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് ബ്രാൻഡും നമുക്കിതിൽ വാങ്ങിയിട്ട് സൂട്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ 2 ഉള്ളത് നമ്മൾ യൂസ് ചെയ്തു, അല്ലെങ്കിൽ 4 ഉള്ളത് യൂസ് ചെയ്താൽ ബാക്കി 2 അവിടെ സ്പെയർ ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ സ്വിച്ച് ബോർഡ് അയക്കി വിടുകയും ചെയ്യുന്ന സമയത്തേക്ക് അതിൻ്റെ പിന്നെ ഇത് സ്ക്രൂവിൻ്റെ ത്രെഡ് ഡാമേജ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഇളക്കി മാറ്റിയിട്ട് ഇപ്പുറത്ത് നമുക്ക് മാറ്റിയിടാൻ വേണ്ടി പറ്റും. പിന്നെ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു സെല്ലോ ടൈപ്പ് അടിച്ചിട്ട് ചെയ്യുക. അത് കമ്പനി തന്നെ അടിച്ചിട്ട് വന്നതാണ്, അവിടെ ത്രെഡിൽ സിമെൻറ്റ് പിടിച്ച് സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഇതല്ലെങ്കിൽ ഇതിന് പവർ യൂസ് ചെയ്യാൻ പറ്റിയത് ഏറ്റവും ബെസ്റ്റ് PVC ആണ്. PVCയിലേക്ക് കഴിയുമെങ്കിൽ PVC യൂസ് ചെയ്യുക, അല്ലെങ്കിൽ SS യൂസ് ചെയ്യുക. GI അല്ലെങ്കിൽ MS യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ കോട്ടിംഗ് ഉള്ളൊരു പ്ലേറ്റും വരുന്നുണ്ട്, അതും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെല്ലാം പെട്ടെന്ന് തുരുമ്പ് വരും. ഇപ്പം ജിപ്സം പ്ലാസ്റ്റർ തട്ടുമ്പം മെറ്റൽ കുറച്ചുകൂടി തുരുമ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പല വീടുകളിലും ഞാൻ ജിപ്സം പ്ലാസ്റ്റർ ചെയ്യുന്ന വീടുകളിൽ ഈ ആണി അടിച്ച് കയറ്റിയിട്ടുണ്ടാവും. അത് ഇവർ ഇന്ത്യക്കാരാണെന്നുള്ള ഈ പ്ലാസ്റ്റിക് ചെയ്യുന്ന മലയാളികൾ വളരെ കുറവാണ്. ഞാൻ ഇതുവരെ എവിടെയും കണ്ടില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആണി ഇളക്കി മാറ്റാതെ അത് ബെൻഡ് ചെയ്ത് അവിടെ വെക്കും. ആ ബെൻഡ് ചെയ്ത ആണിക്ക് കണക്കായിട്ട് ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത ആ ഒരു ഭാഗം തുരുമ്പ് വന്ന് പൊട്ടിയിട്ട് അടർന്നു വരുന്നത് കണ്ടിട്ടുണ്ട്. വേറെ എവിടെയും പ്രശ്നങ്ങൾ വന്നില്ല. അതിപ്പോൾ ജിപ്സം പ്ലാസ്റ്റർ മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ പ്ലാസ്റ്റർ ആയാലും ആ ഒരു പ്രശ്നം കാണലുണ്ട്. അപ്പോൾ ആണിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മാറ്റുക. ഇത് ഇരുമ്പിൻ്റെ അംശങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കളഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഒരു പലക ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇളക്കി മാറ്റാൻ പറ്റില്ല. ഇത് ആ ഒരു കോൺക്രീറ്റിൻ്റെ സ്റ്റേജിൽ അവിടെ വന്നതാണ്.
ഇതിപ്പോൾ മാറ്റുന്ന സമയത്തേക്ക് ഈ പലക പൊട്ടിപ്പോയി അത്രയും ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആണി അവിടെ ഉണ്ടാവും. ആണി ഇളക്കാൻ മടി കൊണ്ട് എന്ത് ചെയ്യും, ബെൻഡാക്കി ഞാൻ കൊടുക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൈപ്പിങ്ങിൻ്റെ പിന്നെ ഇത് ഇത്രയല്ലാണ്ട് പിന്നെ എന്താ കാണിച്ചു തരേണ്ടത്? വലിയ വലിയ സംഭവങ്ങൾ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡി ബിയിലേക്ക് വരുന്ന ലൈൻ എങ്ങനെ പോകുന്നു, അത്തരം കാര്യങ്ങൾ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു സംഭവം തന്നെ ചെയ്യേണ്ടി വരും. ഒരുപാട് അതിനെപ്പറ്റി മാത്രമായിട്ടൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു പാർട്ടിൽ ഏതെങ്കിലും നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യാം. കാരണം എപ്പോൾ വേണമെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എൻ്റെ വീട് തന്നെയാണെന്ന് പറഞ്ഞല്ലോ. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു ക്യാമറമാനെ ഇവിടെ കൂട്ടിയിട്ട് ഇത് ഇന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു എന്നുള്ള ലൈൻ പറഞ്ഞു തന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവാൻ പറ്റും. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഇപ്പം അറിവ് എന്ന് പറയുന്ന സമയത്തേക്ക് പ്രശ്നമുണ്ട്. അറിവിന് ഒരുപാട് പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ പഠിച്ച സംഭവമായിരിക്കില്ല ഇന്ന് ഉണ്ടാവുക. അപ്പം ഞാൻ പഠിക്കുന്ന കാലത്തുള്ള അറിവുകൾ വെച്ചിട്ടാണ് ഞാനിപ്പോഴും പറയുന്നത്. ഞാനിപ്പോൾ അതാത് സമയത്ത് പോയിട്ട് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഓൺലൈനിൽ നോക്കിയാൽ ഗൂഗിൾ ചെയ്തിട്ടോ പറയുന്നില്ല. പല സാധനങ്ങളും ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. പി വീഡിയോ അതിൻ്റെ ഇപ്പോൾ പുതിയ ഇഷ്ടമായി ഉണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.